ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആക്ടിവിറ്റി 1. In all the field of life, we should be able to adopt the democratic way. നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും ജനാധിപത്യം ഒരു ജീവിതചര്യയാക്കി പ്രവർത്തിക്കണം. താഴെ പറയുന്നവയിൽ ജനാധിപത്യ രീതിക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പുഷിംഗ് ഫോർവേഡ് ഇൻ ദ ലൈൻ ഓഫ് ലഞ്ച്. ഉച്ചഭക്ഷണത്തിനുള്ള വരിയിൽ ഇടിച്ചു കയറുന്നു. വിദ്യാരംഗം കൺവീനർ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടെ വിദ്യാരംഗം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നു. വിദ്യാരംഗ കൺവീനർ പോസ്റ്റ്പോൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി സാഹിത്യവേദി വിത്ത് ദ പെർമിഷൻ ഓഫ് ഓൾ ദ സ്റ്റുഡൻസ്. ദ ക്ലാസ് ടീച്ചർ ഡിസൈഡഡ് ഹൂ ഷുഡ് ബി ദി ക്ലാസ് ലീഡർ. ക്ലാസ് ലീഡർ ആരാകണമെന്ന് ക്ലാസ് ടീച്ചർ തീരുമാനിക്കുന്നു. കൺവീൻസസ് ദ ഗ്രാമസഭ ഡിസ്കസ് ദ ഡിസൈഡഡ് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ടു ദി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ വാർഡ്. ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ഒരു ജനാധിപത്യവാദിയാകാൻ നിങ്ങൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കും? 3 പ്രവർത്തനങ്ങൾ എഴുതുക. ഹൗ ഡു യു വർക്ക് ടു ബിക്കം എ ഡെമോക്രാറ്റിക്? റൈറ്റ് 3 ആക്ടിവിറ്റീസ്. വിദ്യാരംഗം കൺവീനർ പോസ്റ്റ്പോൺ ദ ആക്ടിവിറ്റീസ് ഓഫ് സാഹിത്യവേദി വിത്ത് ദ പെർമിഷൻ ഓഫ് ഓൾ ദ സ്റ്റുഡൻസ്. നെക്സ്റ്റ് വൺ ഏതാണ്? കൺവീൻസ് ദ ഗ്രാമസഭ ഡിസ്കസ് ദ ഡിസൈഡഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ടു ദ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി വാർഡ്. ഓപ്ഷൻസ് 2ഉം 4ഉം ആണ് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ്. Question B. Participate in collective decision making, respect equality and fairness, follow rules and laws. Activity 2. The source of income are different for different families. Question A. Students introduce themselves in class. Each one of them tell us about the job of their parents too. അപ്പം ഓരോരുത്തരും അവരുടെ മാതാപിതാക്കളുടെ വരുമാന സ്രോതസ്സ് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടി രാജുവാണ്. രാജു എന്താണ് പറയുന്നത്? മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ. എൻ്റെ പിതാവ് ദേശീയപാത നിർമ്മാണ ജോലിയാണ്. രണ്ടാമത്തെ ആള് രജനി പറയുന്നു മൈ മദർ റൺ എ വെജിറ്റബിൾ ഷോപ്പ് നിയർ അവർ ഹൗസ്. മാതാവ് വീടിനടുത്തൊരു പച്ചക്കറി കട നടത്തുന്നു. മൂന്നാമത്തെ രജീല എന്ത് പറയുന്നു? മൈ മദർ ഈസ് ദ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻ അവർ ഗ്രാമപഞ്ചായത്ത്. അമ്മ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. നാലാമത്തെ ആൾ റഫീഖാണ്. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ ദ ഗൾഫ് കൺട്രി. ഹി ഡെപ്പോസിറ്റ് ദ മണി ഇൻ ദ ബാങ്ക്. വി ടേക്ക് മണി ഫ്രം ദ ബാങ്ക് ആൻഡ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്. എൻ്റെ പിതാവ് ഗൾഫിലാണ്. കിട്ടുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. വീട്ടു ചെലവുകൾക്ക് ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്നും എടുക്കുന്നു. അപ്പം ഇവരുടെ ഓരോരുത്തരുടെയും രക്ഷിതാക്കളുടെ വരുമാന സ്രോതസ്സുകൾക്ക് ഓരോ പേരുകളുണ്ടല്ലോ. അപ്പോൾ താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേബിളിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ആൾ രാജുവാണ്. ദ സോഴ്സ് ഓഫ് ഇൻകം നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ വർക്ക്. അപ്പോൾ ഇൻകം ടൈപ്പ് സാലറി, ഫിക്സഡ് ഇൻകം, ശമ്പളം ഒരു നിശ്ചിത വരുമാനം. രണ്ടാമത്തെ ആൾ രജനിയുടെ വെജിറ്റബിൾ ഷോപ്പ്, പ്രോഫിറ്റ് ബിസിനസ് ഏണിങ്സ്, ലാഭം വ്യാപാര ലാഭം. മൂന്നാമത്തെ ആൾ രജീല, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, സാലറി ഗവൺമെൻറ് ജോലി. അവസാനത്തെ ആൾ റഫീഖിൻ്റെ ഗൾഫ് കൺട്രി ജോബ്. അതിൻ്റെ ഇൻകം ടൈപ്പാണ് റെമിറ്റൻസ്, ബാങ്ക് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. റീഡ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് പ്ലേസ് ഓഫ് സുഹ്റാസ് ഫ്രണ്ട് ഷാഹിന. I always see Nilagiri tar and lion-tailed monk. There are also rosewood and sandalwood trees in yard. വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നീ ജീവികളെ എപ്പോഴും എനിക്ക് കാണാം. വീട്ടുപറമ്പിൽ ഈട്ടി, ചന്ദനം എന്നീ മരങ്ങളുണ്ട്. ഷാഹിന. അനു. I live in an area with small hills and valleys. This area lies between the elevation of 7.5 meter and 75 meter above the sea level. ചെറിയ കുന്നുകളും താഴ്വാരങ്ങളുമുള്ള പ്രദേശമാണ് ഞാൻ താമസിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണിതെന്നാണ് അനു താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. അവസാനത്തെ ആൾ ഷാജി. മൈ ഹൗസ് ഈസ് എ സാൻഡി ഏരിയ. ദ ഏരിയ ഹാസ് ദ എലിവേഷൻ അപ് ടു 7.5 മീറ്റർ എബോവ് ദ സീ ലെവൽ. മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് എൻ്റെ വീട്. ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള പ്രദേശമാണ്. ക്വസ്റ്റ്യൻ എ ആണ്. ഇൻ വിച്ച് സൈക്കോഗ്രാഫിക് ഡിവിഷൻ ഓഫ് കേരള ഡു ദ ഈച്ച് ഓഫ് ദ. ഇവർ ഓരോരുത്തരും താമസിക്കുന്ന ഏതു ഭൂപ്രകൃതിയിലാണ്? ഷാഹിന, അനു, ഷാജി. കേരളത്തിലെ തുലാവർഷത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം. മേക്ക് എ ഷോർട്ട് നോട്ട് ഓൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓഫ് കേരള. അപ്പോൾ ഓരോരുത്തരും താമസിക്കുന്ന സൈക്കോഗ്രാഫിക് ഡിവിഷൻ ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഷാഹിന താമസിക്കുന്ന എവിടെയാണ്? ഹൈലാൻഡ്, അതായത് മലനാട്. അനു താമസിക്കുന്നത് മിഡ്ലാൻഡ്, ഇടനാട്. ഷാജി ലോലാൻഡ്, തീരപ്രദേശത്തുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേക്ക് എ ഷോർട്ട് നോട്ട് ഓൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓഫ് കേരള. നോർത്ത് ഈസ്റ്റേൺ. ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓൾസോ നോൺ ആസ് റീട്രിങ് മൺസൂൺ
occurs from October to December in Kerala. During this period, the wind direction reverse blowing from the northeast, bringing rainfall to the state. And this monsoon less intense compared to the southwest monsoon, but is crucial for the cultivation of crops like paddy and spices. The rainfall during this season is more prominent in southern district of Kerala, such as Trivandrum and Kollam. The northeastern monsoon is also responsible for the second cropping season in Kerala, known as Rabi season. അപ്പം തുലാവർഷം അല്ലെങ്കിൽ വിടവർഷം കേരളത്തിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നടക്കുന്നവയാണ്. ഈ കാലയളവിൽ കാറ്റിൻ്റെ ദിശ വിപരീതമാവുകയും വടക്ക് കിഴക്കൻ കാറ്റുകൾ മഴ കൊണ്ടുവരികയും ചെയ്യുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനേക്കാൾ തുലാവർഷം കുറഞ്ഞ് തീവ്രതയുള്ളതാണ്. പക്ഷെ നെല്ല്, മസാല എന്നിവയുടെ കൃഷിക്ക് ഇത് വളരെ പ്രധാനമാണ്. ആൻഡ് അടുത്ത ഏതാണ്? കേരളത്തിലെ ഈ മഴ തെക്കൻ ജില്ലയായ തിരുവനന്തപുരം, കൊല്ലം എന്നിവയിൽ കൂടുതൽ ശക്തമാണ്. തുലാവർഷം കേരളത്തിലെ രണ്ടാം കൃഷിയായ റാബി സീസണിന് കാരണമാകുന്നു. Activity 4. Different landsform found in a region. Activity A. Complete the following worksheet related to the psychology of the India. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ആ ഒരു പട്ടിക പൂർത്തിയാക്കുക എന്നതാണ് ആക്ടിവിറ്റി 4. The first one, the landform in India other than plains, it is island and the desert. സമതലങ്ങൾ, പീഠഭൂമികൾ, ദ്വീപുകൾ, മരുഭൂമികൾ എന്നിവ കൂടാതെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റൊരു ഉത്തരം മൗണ്ടെയ്ൻസ്, പർവ്വതങ്ങൾ. സെക്കൻഡ് വൺ, ദ ലാൻഡ്ഫോം വിച്ച് ഹാസ് ദ സ്കേഴ്സിറ്റി ഓഫ് ദി റെയിൻ ആൻഡ് സ്പേഴ്സ്ലി ഇൻഹബിറ്റഡ് ലീസ്റ്റ് കൾട്ടിവേറ്റഡ് സ്ട്രോങ് വിൻഡ് ആൻഡ് സ്ട്രോച്ചിങ് ഹീറ്റ്. മഴക്കുറവ്, ജനവാസവും കൃഷിയും കുറവ്, വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടുമുള്ള ഭൂവിഭാഗം ഏതാണ്? രണ്ടാമത്തേത് മരുഭൂമി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് ലക്ഷദ്വീപ്. ഡെക്കാൻ, ചോട്ടാനഗ്മർ, മാൾവ എന്നിവ ഒരു ഭൂവിഭാഗമാണ്, അതായത് പീഠഭൂമികൾ. ഈ സമതലത്തെ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കുന്നു. എവിടെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. എലക്ഷൻ ഈസ് വൺ ഓഫ് ദ ബേസിക് ഫീച്ചർ ഓഫ് ഡെമോക്രസി. ക്വസ്റ്റ്യൻ എ. റീഡ് ദ ന്യൂ collage related to election and write the stages of election in the correct order. Correct order of election stages. Issue of election notification. Second one, candidate start submitting their nomination papers. Scrutiny of the nomination papers. Withdrawal of nomination papers. Polling start at 7 a.m. Counting of votes and declaration of the result. തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്നു. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. Question B. In which of the above stages do all the voters have the opportunity to participate? എല്ലാ വോട്ടർമാർക്കും പങ്കെടുക്കാൻ അവസരമുള്ള ഘട്ടം ഇവയിൽ ഏതാണ്? ഉത്തരം പോളിംഗ് സ്റ്റാർട്ട് അറ്റ് 7 a.m. This stage where all eligible voters participate by casting their votes. അപ്പോൾ ഈ ഘട്ടത്തിൽ എല്ലാ യോഗ്യതയുള്ള വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകുന്നു. Activity 6. The celestial bodies that rotate themselves by revolving around the sun are called a planet. A. Complete the identify card about the planets. Name the spacecraft launched by India to study the sun. Answer. Saturn has a ring around it, has more than 30 satellites. ശനി ചുറ്റുവലയങ്ങളുണ്ട്, 30ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ജൂപ്പിറ്റർ, ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം, ഹാസ് മോർ ദാൻ 110 സാറ്റലൈറ്റ്. വ്യാഴത്തിന് സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹം, 110ലധികം ഉപഗ്രഹങ്ങളുണ്ട്. മെർക്കുറി, സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, നോ സാറ്റലൈറ്റ്. ബുധൻ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് സോളാർ സിസ്റ്റത്തിൽ, അതുപോലെ അതിന് ഉപഗ്രഹങ്ങളില്ല. ആദിത്യ L1 is India's first space mission to study the sun. It aims to observe the solar corona, solar emission and solar wind. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. സൗരകിരീടം, സൂര്യവികിരണങ്ങൾ, സൗരവാതങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ബേസ്ഡ് ഓൺ ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള, ദ ക്ലാസ് ഈസ് ഓർഗനൈസ്ഡ് ക്വിസ് കോമ്പറ്റീഷൻ. ഗ്രൂപ്പ് പ്രിപ്പയർ 5 questions to ask യുവർ ഓപ്പോസിറ്റ് ടീം. Question 1. Which is the northmost district of Kerala? Answer is Kasaragod. Which district is Kerala is known as land of backwaters? Answer Alappuzha. Which is the smallest district in Kerala by area is Alappuzha. Which district is Kerala share the border with Tamil Nadu and Karnataka? Uttara is Wayanad. Which is the capital district of Kerala is Trivandrum. Activity 8. Continents are the vast land masses located between the oceans. Question A. Given below are some of the hint about
Continents, read them, identify the continents and write their names. Question 1. India is part of this continent, the largest continent. Answer: Asia. Most of the regions are rested. The Nile flows through this continent. Answer is Africa. It is located between the Pacific Ocean and the Atlantic Ocean. River Amazon is the one of the continent. The answer is South America. Next one, 4. The coldest region of the world. It is also known as the white continent. The answer is Antarctica. The last one, the smallest continent, it is referred to as the island of continent. The answer is Australia. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസറും ചെയ്തു. അപ്പം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യനൊന്നും ഇടയ്ക്ക് വായിക്കാത്ത നമുക്ക് ടൈം ഒത്തിരി ചിലവാകുന്നതാണ്. ഓൾറെഡി ഇതിൻ്റെ PDF വേണ്ടവർ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി.